ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സം സ്പെഷ്യൽ ഐറ്റംസ്. ഫസ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. When a debt is found to be doubtful at the end of the accounting year, a question arises whether the interest on that debt is to be credited to interest account or not. Suppose ഒരു കസ്റ്റമറിന് ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്തെന്ന് വിചാരിക്കാം. ലോൺ റീപേയ്മെൻറ്റ് നടത്തേണ്ട ടൈമായിട്ടും, അതായത് മെച്യൂർഡ് ആയിട്ടും അവരെന്ത് ചെയ്തിട്ടില്ല, റീപേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. ആ കേസിൽ ആ ലോണിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഡൗട്ട്ഫുൾ ആണ് അല്ലേ? ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്, ആ ഡെപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കേസിൽ സാധാരണ നമുക്കറിയാം ലോണിൻ്റെ മേലിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അപ്പോൾ ലോൺ എമൗണ്ട് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്തായിരിക്കും, ഡ്യൂ തന്നെ ആയിരിക്കും. ആ കേസിൽ ഇൻട്രസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്, അക്രൂഡ് ആണ് ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ്. നിങ്ങൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ് ഒക്കെ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടാവും കൺസർവേറ്റിസം പ്രിൻസിപ്പൽ. അക്കോർഡിംഗ് ടു കൺസർവേറ്റിസം പ്രിൻസിപ്പൽ, all the losses should be anticipated but not the profits. ഒരു ബിസിനസ്സിന് എന്തെങ്കിലും പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിൽ അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല, നേരത്തെ കൂട്ടി നമ്മൾ മുൻകൂട്ടി റെക്കോർഡ് ചെയ്യാനൊന്നും പാടില്ല. എന്നാൽ ലോസസ് ആണെങ്കിൽ അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് കൺസർവേറ്റിസം പ്രിൻസിപ്പളിൽ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിട്ടില്ല, ഡൗട്ട്ഫുൾ ആണ്, അത് റിക്കവർ ചെയ്തിട്ടില്ല, അതായത് റിസീവ് ചെയ്തിട്ടില്ല. ഇൻട്രസ്റ്റ് അക്രൂ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് റിസീവ് ചെയ്തിട്ടില്ല. ആ കേസിൽ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല. ഒരു ഇൻകം ആണെങ്കിൽ കൂടി അത് റിസീവ് ചെയ്യാത്തതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ കേസിൽ ഈ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുള്ളത് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കസ്റ്റമർ ലോണ് ഡെബിറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ എൻട്രി എന്താണ് വരുന്നത് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സിന് ഫസ്റ്റ് എന്താണ്, കസ്റ്റമർ ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. നോർമലി ഇൻട്രസ്റ്റ് ഡ്യൂ ആയിക്കഴിഞ്ഞാൽ എന്താണ് എൻട്രി വരിക, കസ്റ്റമർ ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ആണ് വരുന്നത്. എന്നാൽ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാത്ത കേസിൽ റിസീവ് അല്ല, അത് ഡൗട്ട്ഫുൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിനാണ് വരുന്നത്. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എവിടെയാണ് കാണിക്കുന്നത്, ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ്. ലയബിലിറ്റി സൈഡിൽ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾ 5 അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൻ്റെ അണ്ടറിലാണ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇയർ if a part of the interest is realized and the balance becomes bad, the following entry is to be passed. അതായത് പാർട്ട് ഓഫ് ദി ഇൻട്രസ്റ്റ്, കുറച്ച് എമൗണ്ട് എന്ത് ചെയ്തു, അയാൾ കസ്റ്റമർ പേയ്മെൻറ്റ് നടത്തി. ഫുള്ളി പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല, എന്നാൽ നമ്മൾ ഡൗട്ട്ഫുൾ ആണെന്ന് കരുതിയ ബാങ്ക് ഡൗട്ട്ഫുൾ ആണെന്ന് കരുതിയ ലോണിൻ്റെ എമൗണ്ട് കുറച്ച് പേയ്മെൻറ്റ് എന്ത് ചെയ്തു, ഒരു പാർട്ട് പേയ്മെൻറ്റ് കസ്റ്റമർ നടത്തിയെന്ന് വിചാരിക്കാം. ആ കേസിൽ എന്താണ് എൻട്രി വരിക എന്ന് നോക്കാം. ബാങ്ക് ഡൗട്ട്ഫുൾ ആണെന്ന് കരുതിയ ഡെപ്റ്റിൻ്റെ ഒരു പോർഷന് കസ്റ്റമർ റീപേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രിയാണ് വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കസ്റ്റമർ ലോൺ അക്കൗണ്ട്. അപ്പോൾ ആ ലോൺ എമൗണ്ടിൻ്റെ കൂടെ തന്നെ ഇൻട്രസ്റ്റും ആ കസ്റ്റമർ പേയ്മെൻറ്റ് നടത്തും. എൻട്രി വരുന്നതാണ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നേരത്തെ എല്ലാ എമൗണ്ടും ഇൻട്രസ്റ്റ് ഡൗട്ട്ഫുൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ എമൗണ്ടും ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തതിന് കുറച്ച് എമൗണ്ട് എന്ത് ചെയ്തു, ആ കസ്റ്റമർ റീപേയ്മെൻറ്റ് നടത്തി അല്ലേ, കസ്റ്റമർ പേയ്മെൻറ്റ് നടത്തിയതുകൊണ്ട് തന്നെ അതിൻ്റെ എൻട്രി വരുന്നത് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തത് എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി ഹോൾ എമൗണ്ട്, ലോണിൻ്റെ ഹോൾ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല, അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ കസ്റ്റമർ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ എമൗണ്ട് പേയ്മെൻറ്റ് നടത്താത്ത എമൗണ്ട് ബാങ്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യും, ബാഡ് ഡെപ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ മേൽ ഇൻട്രസ്റ്റ്
കിട്ടാത്ത എമൗണ്ടിൻ്റെ മേലിലുള്ള ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, സോ എൻട്രി ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ്, ബാഡ് ഡെബ്റ്റ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു കസ്റ്റമേഴ്സ് ലോൺ അക്കൗണ്ട്. ഇനി ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ടു എ പ്രോബ്ലം, example 3. While closing the books of a bank on 31st December 2019, you find in the loan ledger an unsecured balance of 3 lakhs against a customer whose financial condition is reported as doubtful. Interest on the account amounted to rupees 24,000 in the year. How would you deal with this item of interest in 2019 accounts? In the following year, bank receives 90 paise in the rupee on account of the total debts up to 31st December 2019. Prepare the necessary accounts in the books of bank to show the ultimate effect of the transaction in 2019 and 2020. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് എന്തായിരിക്കും വരിക? ക്ലോസിംഗ് ബുക്സ്, അതായത് ക്ലോസിംഗ് ബുക്സിൽ എത്രയാണ് എമൗണ്ട് തന്നിട്ടുള്ളത്? ഡിസംബർ 31 2019 3 lakhs ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്തിട്ടുണ്ട് അല്ലേ? ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 3 lakhs കൊടുത്തിട്ടുണ്ട്. ദെൻ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ജേർണൽ എൻട്രീസ് ഒന്ന് ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഓക്കെ, against a customer whose financial condition is reported as doubtful. Interest on the account amounted to 24,000 in the year. ഇൻട്രസ്റ്റ് എത്രയാണ്? എമൗണ്ട് 24. സോ എൻട്രി എന്തായിരിക്കും വരിക? കസ്റ്റമർ ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, ഡേറ്റ് എന്താണ്? 31st ഡിസംബർ ആണ്. ഓക്കെ, ഡിസംബറിൽ വരുന്നതാണ്. എമൗണ്ട് വരുന്നത് 24,000. ഓക്കെ, so customer loan account debtor to interest suspense account 24,000. ലെഡ്ജറിൽ എങ്ങനെയാണ് നമ്മളത് പോസ്റ്റ് ചെയ്യാം? ടു ബാലൻസ് ബ്രോഡ് ഡൗൺ, ക്ലോസിംഗ് ബുക്സിൻ്റെ എമൗണ്ടിൽ തന്നിട്ടുള്ളതാണ് 3 lakhs എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് അത് ബാലൻസ് ക്യാരി ഡൗൺ ആണ്. ഓക്കെ, അപ്പോൾ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? ₹3 lakhs. ഡിസംബർ 31 തന്നെയാണ്. ദെൻ ഡിസംബർ 31 എന്താണ് വരുന്നത്? വേറെ എമൗണ്ട് വരുന്നത് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. കസ്റ്റമർ ലോൺ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ കസ്റ്റമർ ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ആണ്. സോ കസ്റ്റമർ ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ആണ്. സോ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 24,000. സോ ആ എമൗണ്ട് എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക, 2 കോളം ടോട്ടൽ ചെയ്യുക. 3,24,000. ഓക്കെ, 3,24,000 ആണ് 2019 ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ വരുന്നത്. സോ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 3,24,000 ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കാം. ദെൻ ഈ ബാലൻസിന് എന്ത് ചെയ്യും? നെക്സ്റ്റ് ഇയർ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 2020 ജാനുവരി 1 എത്രയാണ് എമൗണ്ട്? ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 3,24,000. In the following year, the bank receives 90 paise in the rupee on account of the total debts up to 31st December 2019. ബാങ്ക് എന്ത് ചെയ്തു? ഇതുവരെ എമൗണ്ട് ഡ്യൂ ചെയ്തതിൻ്റെ ഭാഗത്ത് നിന്ന് ബാങ്ക് 90 പൈസ വെച്ചിട്ട് റിസീവ് ചെയ്തു. അതായത് 1 rupeeക്ക് 90 പൈസ എന്നുള്ളത്, അതായത് 90%. ഓക്കെ, ഈ എമൗണ്ടിൻ്റെ 90% കസ്റ്റമറിൻ്റെ എമൗണ്ട് ഡ്യൂ ആയതിൻ്റെ ലോൺ എമൗണ്ടിൻ്റെ 90% ബാങ്ക് റിസീവ് ചെയ്തു. ഓക്കെ, ആ കേസിൽ എന്തായിരിക്കും എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു കസ്റ്റമർ ലോൺ അക്കൗണ്ട്. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 2,91,600 ടു കസ്റ്റമേഴ്സ് ലോൺ അക്കൗണ്ട്. എങ്ങനെയാണ് ഈ 2,91,600 വന്നത്? ക്യാഷ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എൻട്രി വരുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു കസ്റ്റമർ ലോൺ അക്കൗണ്ട്. ഇനി എത്രയാണ് എമൗണ്ട് വരുന്നത് എന്ന് നോക്കാം. എമൗണ്ട് വരുന്നതാണ്, ലോൺ എമൗണ്ട് വരുന്നത് 3 lakhs, അതിൻ്റെ 90%. സോ 3 lakhs × 90/100 2,70,000. അതുപോലെ തന്നെ ഇൻട്രസ്റ്റും പേയ്മെൻറ്റ് നടത്തണം. ഇൻട്രസ്റ്റിൻ്റെ 90%, 24,000 × 90/100 21,600. സോ ടോട്ടൽ എമൗണ്ട് വരുന്നതാണ് 2,91,600. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. ഈ
3,24,000 മേലിൽ എന്ത് ചെയ്യാം 90% കാണാം. ഓക്കെ, 3,24,000 കാരണം ഇതിൽ ലോൺ എമൗണ്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഇതിന്റെ 90% എന്ന് പറയുന്നത് 2,91,600. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു P&L അക്കൗണ്ട്. നേരത്തെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള എല്ലാ ഇൻട്രസ്റ്റും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു 24,000. അതിൽ നിന്ന് 90% ബാങ്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വരുന്ന എൻട്രി ആണ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു P&L അക്കൗണ്ട്. എങ്ങനെയാണ് എമൗണ്ട് കിട്ടിയത്? 24,000ന്റെ 90% ആണ് റിസീവ് ചെയ്തിട്ടുള്ളത്. സോ 24,000 ഇൻറ്റു 90/100. ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. കാരണം എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കസ്റ്റമേഴ്സ് ലോൺ അക്കൗണ്ട് ആണ്. കസ്റ്റമേഴ്സ് ലോൺ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എന്ത് എഴുതാം? ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2,91,600. ഓക്കെ, എൻട്രി ആണ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ, ബാഡ് ഡെപ്റ്റ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കസ്റ്റമേഴ്സ് ലോൺ അക്കൗണ്ട്. അതായത് 90% ലോണിൻ്റെ 90% എമൗണ്ട് മാത്രമേ റിസീവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ റെസ്റ്റ് ഓഫ് ദ എമൗണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് നോട്ട് റിസീവ്ഡ് എത്രയാണ്? 24,000ന്റെ 90% ആണ് റിസീവ് ചെയ്തിട്ടുള്ളത്. സോ ബാക്കി 10% എന്താണ്? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. സോ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് 2,400. ദെൻ ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഡെപ്റ്റ് 3,00,000ന്റെ 90% ആണ് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2,70,000 ആണ് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പെൻഡിങ് എമൗണ്ട് എത്രയാണ്? 30,000. അത് ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 30,000 ട്രാൻസ്ഫർ ചെയ്യുക ടു കസ്റ്റമേഴ്സ് ലോൺ അക്കൗണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യണം? കസ്റ്റമേഴ്സ് ലോൺ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. 32,400. ക്ലിയർ ആണല്ലോ? സോ ലെഡ്ജറിൽ എങ്ങനെയാണ് എഴുതുന്നത്? എങ്ങനെയാണ്? ബൈ ക്യാഷ് അക്കൗണ്ട് നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. ദെൻ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് 2,400 അൺറിയലൈസ്ഡ് എമൗണ്ട്, അതായത് കിട്ടാത്ത എമൗണ്ട് 2,400 എഴുതണം. ദെൻ ബാഡ് ഡെപ്റ്റ് ആയിട്ടുള്ളത് എത്രയാണ്? 30,000. ഓക്കെ, സോ 3,24,000. നെക്സ്റ്റ് വരയ്ക്കേണ്ടതാണ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ആണ്. അതിലേക്ക് എങ്ങനെയാണ് പോസ്റ്റിംഗ് വരുന്നത്? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് സിമ്പിൾ ആയിട്ട് തന്നെയാണ് വരുന്നത്. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 24,000. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എങ്ങനെയാണ് വരുന്നത്? ടു ബാലൻസ് ക്യാരി ഡൗൺ, അതായത് പ്രീവിയസ് ഇയറിന് ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ്? 24,000. ക്ലോസിംഗ് ബാലൻസ് ഉണ്ടായിരുന്നത് 24,000. ദെൻ ബൈ കസ്റ്റമേഴ്സ് ലോൺ അക്കൗണ്ട് 24,000. ആ എൻട്രി എങ്ങനെയാണ് തന്നതെന്ന് മനസ്സിലായോ? കസ്റ്റമേഴ്സ് ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. ഡൗട്ട്ഫുൾ ആണെന്ന് കണ്ടപ്പോൾ കസ്റ്റമേഴ്സ് ലോൺ അക്കൗണ്ട് എന്ത് ചെയ്ത്? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക്, അതായത് ഇൻട്രസ്റ്റ് എല്ലാം ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. സോ ബൈ കസ്റ്റമേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 24,000 എഴുതാം. ദെൻ എമൗണ്ട് റിയലൈസ് ചെയ്യാത്തതും എമൗണ്ട് റിയലൈസ് ചെയ്തതുമാണ് ഇതന്നെ എഴുതേണ്ടത്. റിയലൈസ് ചെയ്യാത്തത്, അതായത് അൺറിയലൈസ്ഡ് എമൗണ്ട്, കിട്ടാത്ത എമൗണ്ട് എത്രയാണ്? 2,400. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ടു കസ്റ്റമേഴ്സ് ലോൺ എന്നുള്ളത് എന്തെഴുതണം? ഡെബിറ്റ് സൈഡിൽ ടു കസ്റ്റമേഴ്സ് ലോൺ എന്ന് പറഞ്ഞിട്ട് എന്തെഴുതണം? 2,400. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് എത്രയാണ്? 21,600. ഓക്കെ, ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സിൻ്റെ പ്രോബ്ലം.